ഹാരി കെയ്നും ട്രോഫി ഷാബുവും അതിങ്ങനെ നമുക്കിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ചർച്ചയായിട്ടുണ്ടായിരുന്ന ഒരു സാധനം തന്നെയാണ് അല്ലേ. എനിക്ക് തോന്നുന്നു സിനിമയിലെ ആ ഫേമസ് ഡയലോഗ് ഉണ്ട്, അതായത് കാത്തിരിപ്പിന്റെ ഒരു സുഖം എന്ന് പറഞ്ഞാൽ പോലും ഹാരി കെയ്നെ സംബന്ധിച്ചിടത്തോളം ഒരു സുഖവും ഇല്ലാത്ത പരിപാടിയായിരുന്നു ഒരു ട്രോഫിക്കായിട്ടുള്ള കാത്തിരിപ്പ്. 2011 പുള്ളിയുടെ തേരോട്ടം തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പുള്ളി എന്ന് പറയുന്ന ഒരു സ്ട്രൈക്കർ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് സ്ട്രൈക്കർമാരിൽ ഒരാൾ തന്നെയാണെന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. പക്ഷേ പുള്ളിയെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരുന്നത് ട്രോഫി കിട്ടുന്നില്ല എന്ന് പറയുന്നൊരു ശാപം തന്നെയാണ്. അതിനൊരു അറുതി വരുത്തി എന്നുള്ളതാണല്ലേ. എനിക്ക് പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്നതെന്ന് പറയുന്നത് 2019 ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ. ആ സമയത്ത് നമ്മളെല്ലാവരും വിചാരിച്ചു, പുള്ളി പാവോടാ, പുള്ളിക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു. പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയി. 2020 യൂറോ ആണെന്നുണ്ടെങ്കിലും നമ്മൾ അതേപോലെയൊക്കെ വിചാരിച്ചു, പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയി. ഇനി ഇംഗ്ലണ്ടിന്റെ ടോപ്പ് സ്കോറർ ആയിട്ടും എല്ലാം ആയിട്ടും ഈ ട്രോഫി ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു തുടങ്ങി, ഹാരി കെയ്നാണ് പ്രശ്നം എന്ന് തോന്നുന്നു കേട്ടോ എന്നുള്ളത് പോലെ. ആൻഡ് ബയൺ മ്യൂണിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ചു, യെസ്, ജർമ്മനിയിലെ ബയൺ മ്യൂണിക് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ക്ലബ്ബ് ഏത് ലീഗിലാണെന്നുണ്ടെങ്കിലും ചാമ്പ്യൻസ് ലീഗിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു ട്രോഫി അടിക്കാൻ സാധ്യതയുള്ള ഒരു ടീം തന്നെയാണ്. സോ ഇപ്പോൾ ഹാരി കെയ്ൻ്റെ കാര്യങ്ങളൊക്കെ ഈസി ആയി എന്നുള്ളത്. പക്ഷെ അവിടെയും പുള്ളിക്ക് കാത്തിരിക്കേണ്ടതായിട്ട് വന്നു എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ചില സമയത്തൊക്കെ കാത്തിരിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, പണി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവസാനം കിട്ടും എന്നുള്ളതിന് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ തന്നെയാണ് ഹാരി കെയ്ൻ.